ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എഗ് ബുർജിയാണ്. ഇത് അപ്പം, ബ്രെഡ്, ചപ്പാത്തി എന്നിവയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അതുപോലെ ചോറിനോടൊപ്പം ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 6 മുട്ട പുഴുങ്ങി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 സവാള ചെറുതായി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, പിന്നെ 2 ചെറിയ തക്കാളി അരിഞ്ഞതും എടുത്തു വച്ചു. ഇനി നമുക്ക് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് പാത്രം ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിയ ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, കൂടെ കറിവേപ്പില. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുക. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതങ്ങ് ഒരുപാടങ്ങ് വഴണ്ടൊന്നും പോണ്ട. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് കുഴഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പൊടികളൊക്കെ ഇതിലെല്ലാം പിടിക്കത്തക്ക വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൂടെ തന്നെ ഉപ്പിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ പച്ചമുളകും നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ മുട്ടയിൽ പിടിക്കത്തക്ക വിധം നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതുപോലെ ഇത് കുഴഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കണം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ എഗ് ബുർജി റെഡിയായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തേങ്ങ ചിരുവി സമയം കളയണ്ട. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ബൈ.